ഡോക്ടർ, കുട്ടികൾ എന്നെ ഒട്ടകം എന്ന് വിളിച്ച് കളിയാക്കുന്നു. നീ എന്താ ലാലേട്ടനെ പോലെ തോള് ചരിച്ച് നടക്കുന്നത്? ലാലേട്ടന്റെ കട്ട ഫാനാണോ അതോ പുഷ്പയുടെ ഫാനോ? ചുരിദാർ ഇടുമ്പോൾ ഇടുപ്പ് തള്ളി നിൽക്കും, അതുകൊണ്ട് ഷേപ്പുള്ള ഒരു വസ്ത്രവും ധരിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ, മോളുടെ മാറിടം ഒരു വശത്ത് ഉന്തി നിൽക്കുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ മാത്രം ചരിഞ്ഞു നിൽക്കുന്നു. എത്ര പറഞ്ഞാലും പഠിക്കാനിരിക്കുമ്പോൾ നേരെ ഇരിക്കില്ല. സ്കോളിയോസിസ് അഥവാ നട്ടെല്ലിന്റെ വളവ് ബാധിച്ച കുട്ടികളും അവരുടെ മാതാപിതാക്കളും സാധാരണ പറയുന്ന പരാതികളാണ്. നിങ്ങൾക്കറിയാമോ, ലോകപ്രശസ്ത അത്ലറ്റ് ഉസൈൻ ബോൾട്ട്, ഇംഗ്ലണ്ടിലെ രാജകുമാരി യുജീൻ, പ്രശസ്ത ഹോളിവുഡ് നടിയായിരുന്ന എലിസബത്ത് ടൈലർ എന്നിവർക്ക് സ്കോളിയോസിസ് എന്ന അസുഖമുണ്ടെന്നുള്ളത് അറിയാം. സ്കോളിയോസിസ് എന്താണെന്ന്? നട്ടെല്ലിനുണ്ടാകുന്ന അസ്വാഭാവികമായ വശത്തിലേക്കുള്ള വളവ് അഥവാ ചരിവാണ് സ്കോളിയോസിസ്. അറിയാം സ്കോളിയോസിസ് എന്താണെന്ന്. നട്ടെല്ലിനുണ്ടാകുന്ന അസ്വാഭാവികമായ വശത്തിലേക്കുള്ള വളവ് അഥവാ ചരിവാണ് സ്കോളിയോസിസ്. ഇതുമൂലം ഒരു വശത്തേക്കുള്ള വാരിയലുകൾ പുറത്തേക്ക് തള്ളി വരികയും തന്മൂലം നടുവിന്റെ ഒരു വശത്തായി കൂനുപോലെ മുഴച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം കുട്ടികൾ കളിയാക്കപ്പെടാറുണ്ട്. ഒട്ടകമെന്ന് കളിയാക്കിയതായി മേൽപ്പറഞ്ഞ കുട്ടി പരാമർശിക്കുന്നതും ഇതുതന്നെയാണ്. കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് വളരെ സങ്കീർണമായ സ്കോളിയോസിസ് മൂലമുള്ള വളവും കൂനുമാണ് കാണിക്കുന്നത്. കൂടാതെ പെൺകുട്ടികളിൽ മാറിടം ഒരു വശത്തേക്ക് ഉന്തി നിൽക്കുന്നതായി കാണാം. പലപ്പോഴും അമ്മമാർ ഇത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇതുപോലെ തന്നെ സ്കോളിയോസിസ് ഉള്ള കുട്ടികളുടെ ഒരു തോൾവശം പൊങ്ങി നിൽക്കാം. അതുകൊണ്ട് ലാലേട്ടനെ പോലെ നടക്കുന്നോ പുഷ്പയെ പോലെ നടക്കുന്നോ എന്നൊക്കെയുള്ള കളിയാക്കലും കുട്ടികൾ നേരിടാറുണ്ട്. കൂടാതെ ഒരു വശത്തെ ഇടുപ്പല്ല് പൊങ്ങി നിൽക്കാം. അതിനാൽ ജീൻസ്, പാന്റ്, ഇറുകിയ വസ്ത്രങ്ങൾ എന്നിവ ഇടുമ്പോൾ അഭംഗി തോന്നാറുണ്ട്. കൂടാതെ ഇടുപ്പ് ഒരു വശത്തേക്ക് പൊങ്ങി പോകുന്നതിനാൽ ആ വശത്തെ കാലിന് നീളക്കുറവുള്ളതായി അനുഭവപ്പെടാം. അതിനാൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വ്യക്തമായി ആൾക്കാർ തിരിച്ചറിയും. രോഗലക്ഷണങ്ങൾ. സ്കോളിയോസിസ് പെൺകുട്ടികളിലാണ് ഏറെയും കണ്ടുവരുന്നത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളിലാണ് സ്കോളിയോസിസ് സാധാരണയായി കണ്ടുവരുന്നത്. പൊതുവെ ഇത്തരം പെൺകുട്ടികൾ നീണ്ടു മെലിഞ്ഞ പ്രകൃതക്കാരായിരിക്കും. കുട്ടികൾ കൗമാരദശയിലേക്ക് പ്രവേശിക്കുന്ന വർഷങ്ങളിൽ ഉയരം വർദ്ധിക്കുകയും അതിനോടൊപ്പം നട്ടെല്ലിന് അസ്വാഭാവികമായ വളവുണ്ടാവുകയും ചെയ്യുന്നു. പെൺകുട്ടികളിൽ മാസമുറ ആരംഭിക്കുന്നതിന് 1-2 വർഷം മുമ്പ് തന്നെ വളവ് കൂടി വരുന്നതായി കാണുന്നുണ്ട്. സ്കോളിയോസിസിന്റെ പ്രാരംഭ ദശയിൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളിലെ മാറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. സ്കോളിയോസിസും തെറ്റിദ്ധാരണകളും. ഭാരമുള്ള സ്കൂൾ ബാഗ് ഇട്ടാൽ സ്കോളിയോസിസ് വരുമോ? അമ്മയുടെ നട്ടെല്ല് വളഞ്ഞതാണെങ്കിൽ കുട്ടിക്ക് വളവുണ്ടാകുമോ? പൊതുജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം 38% ആൾക്കാർ കരുതുന്നത് ഭാരമേറിയ സ്കൂൾ ബാഗ് സ്കോളിയോസിസ് ഉണ്ടാക്കുമെന്നാണ്. 25% ആൾക്കാർ വിചാരിക്കുന്നത് സ്കോളിയോസിസ് പാരമ്പര്യമായി കുടുംബങ്ങളിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണെന്നും അമ്മയ്ക്കോ അച്ഛനോ ഉണ്ടെങ്കിൽ കുട്ടിക്കും വരുമെന്നുമാണ്. എന്നാൽ ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരം അടിവരയിട്ട് പറയട്ടെ. ഭാരമേറിയ സ്കൂൾ ബാഗ് ഇട്ടാൽ നട്ടെല്ലിന് സ്കോളിയോസിസ് വരില്ല. പാരമ്പര്യ സ്വഭാവമുള്ള ഒരു അസുഖമല്ല സ്കോളിയോസിസ്. അമ്മയ്ക്കോ അച്ഛനോ നട്ടെല്ലിന് വളവുണ്ടെന്ന് കരുതി കുട്ടികൾക്ക് ഉണ്ടാകണമെന്നില്ല. കുട്ടികൾ നേരെ ഇരിക്കാത്തത് കൊണ്ടോ കിടക്കാത്തത് കൊണ്ടോ നട്ടെല്ലിന് കൂന് വരില്ല. പലപ്പോഴും കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നും വഴക്ക് കേൾക്കാറുണ്ട്. കുട്ടിയുടെ ഇരിപ്പ് ശരിയല്ല, നേരെ ഇരിക്കൂ എന്നിങ്ങനെ. അവരുടെ നട്ടെല്ല് വളഞ്ഞു പോയത് കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ഇരിക്കുന്നത്. സ്കോളിയോസിസും പാർശ്വഫലങ്ങളും. വളവ് കൂടുന്നതനുസരിച്ച് ശ്വാസകോശത്തിന് ഞെരുക്കം വന്ന് ശ്വാസമുട്ടലും ശ്വാസം തടസ്സവും കിതപ്പും സാധാരണയായി കാണാറുണ്ട്. വിവാഹശേഷം കുട്ടികളെല്ലാം ആയതിനു ശേഷം കുടുംബജീവിതം നയിക്കുമ്പോൾ വീട്ടിലെ ജോലി ചെയ്യാനും പടികൾ കയറാനും ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട്. മിക്കവാർക്കും ശ്വാസം മുട്ടും കിതപ്പുമാണ് പ്രശ്നമായി വരാറുള്ളത്. ഇത് മനസ്സിലാക്കി അവരുടെ ഭർത്താക്കന്മാർ തന്നെ ചികിത്സയ്ക്കായി കൊണ്ടുപോകാറുമുണ്ട് ചിലപ്പോൾ. ചുരുക്കം ചിലരിൽ ഹൃദയപേശികളെ സ്കോളിയോസിസിന്റെ സങ്കീർണ അവസ്ഥയിൽ ബാധിക്കാറുണ്ട്. നട്ടെല്ലിലെ അസ്വാഭാവിക വളവ് കാരണം ഇവരിൽ നടുവേദന കൂടുതലായി കണ്ടുവരാറുണ്ട്. കൂടാതെ കാലിലേക്ക് പോകുന്ന നാഡീഞരമ്പുകളെയും ബാധിക്കാം. ശരീരത്തിലെ വൈരുദ്ധ്യം കാരണം ഇത്തരക്കാർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം വളരെയേറെയാണ്. പൊന്തിയ തോളും നട്ടെല്ലിലെ കൂനും കാരണം പലരും സാമൂഹിക ചടങ്ങുകളിൽ നിന്ന് അകന്നു മാറി നിൽക്കാറുണ്ട്. കുടുംബത്തിലെ മൂത്ത മകൾക്ക് സ്കോളിയോസിസ് ഉണ്ടായിരുന്നതിനാൽ അവരെ ഇളയ സഹോദരങ്ങളുടെ വിവാഹ ചടങ്ങിന് പോലും വിളിക്കാതിരുന്ന സന്ദർഭങ്ങൾ ധാരാളമുണ്ട്. സ്കോളിയോസിസ് ചികിത്സാ രീതികൾ.
ചെറിയ വളവുകൾക്ക് നട്ടലിനുള്ള ബെൽറ്റുകൾ, സ്പൈനൽ ബ്രേസ് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കേണ്ടി വരും. വളവ് നിയന്ത്രണത്തിലാവുന്നുണ്ടെങ്കിൽ അസ്ഥി വളർച്ച പൂർണ്ണമാകുന്നത് വരെ ഇത്തരം ബെൽറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. സ്കോളിയോസിസ് 45-50 ഡിഗ്രിയിൽ കൂടുതലാകുമ്പോൾ സർജറിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ രീതി. കുട്ടികളിലും മുതിർന്നവരിലും ശസ്ത്രക്രിയ ചെയ്യാവുന്നതാണ്. നട്ടലിന്റെ വളവും കൂനും നിവർത്തിയെടുക്കുവാനുള്ള പ്രത്യേക പരിശീലനം നേടിയ സ്പൈൻ സർജന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം സങ്കീർണ ശസ്ത്രക്രിയകൾ നടത്തുന്നത്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വളവ് ഒരുപാട് കൂടിക്കഴിയുമ്പോൾ അതിനെ ലഘൂകരിക്കാനായി ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് തലയിൽ ഭാരമിട്ട് ചികിത്സിക്കുന്ന ഹേലോ ഗ്രാവിറ്റി ട്രാൻഷൻ എന്ന പേരുള്ള ചികിത്സയും ചില ഘട്ടത്തിൽ വേണ്ടി വരാറുണ്ട്. അത്യാധുനിക ന്യൂറോ മോണിറ്ററിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശസ്ത്രക്രിയ സമയത്ത് സൂക്ഷ്മ നാഡിയുടെ പ്രവർത്തനം ഉടനീളം നിരീക്ഷിക്കുന്നതിനാൽ ഇത്തരം സർജറികൾ വളരെ സുരക്ഷിതമായി ചെയ്യാൻ കഴിയാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കലാകായികാഭ്യാസങ്ങളിൽ മറ്റു കുട്ടികളെ പോലെ തുടർന്നും ഏർപ്പെടാവുന്നതാണ്. സ്കോളിയോസിസ് നിയന്ത്രിക്കുന്നതിന് പതിവായി വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നീന്തൽ, നടത്തം അല്ലെങ്കിൽ സൈക്ലിംഗ് പോലുള്ള വഴക്കം, ശക്തി, മൊത്തത്തിലുള്ള ഫിറ്റ്നസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കുറഞ്ഞ ആഘാതകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ പ്രത്യേക അവസ്ഥയ്ക്ക് ഏറ്റവും മികച്ച വ്യായാമങ്ങൾ നിർണ്ണയിക്കാൻ നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റുമായി ബന്ധപ്പെടും. നിങ്ങളുടെ കുട്ടിയിൽ സ്കോളിയോസിസിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ കാണുക. നേരിയ ഒരു വളവ് സാവധാനത്തിൽ രൂപപ്പെട്ടേക്കാം. വേദനയുണ്ടാകില്ല. നിങ്ങളുടെ കുട്ടിക്കും അതുണ്ടെന്ന് അറിയില്ലായിരിക്കാം. ചിലപ്പോൾ അധ്യാപകരും സുഹൃത്തുക്കളും സ്പോർട്സ് ടീം അംഗങ്ങളുമാണ് ഒരു കുട്ടിയുടെ സ്കോളിയോസിസിനെ ആദ്യം ശ്രദ്ധിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഭാവിയിൽ വിവാഹത്തിനോ ഗർഭധാരണത്തിനോ ഒരു തരത്തിലും സ്കോളിയോസിസ് ബാധിക്കുന്നതല്ല. ലോകമെമ്പാടും 2 മുതൽ 3% ആൾക്കാർക്ക് ഈ അസുഖമുണ്ട്. ഈ അസുഖത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനായി ജൂൺ മാസം സ്കോളിയോസിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു. ജൂൺ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച അന്തർദേശീയ സ്കോളിയോസിസ് ദിനമായും ആചരിക്കുന്നു. സ്കോളിയോസിസിനെ അതിജീവിച്ച ഒട്ടേറെ ആൾക്കാർ ഫലപ്രദമായ ചികിത്സയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൊച്ചി VPS ലഷോർ ആശുപത്രിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈൻ ആൻഡ് സ്കോളിയോസിസ് സർജറി വിഭാഗം ഡയറക്ടറും അന്താരാഷ്ട്ര സ്കോളിയോസിസ് സർജന്മാരുടെ റിസർച്ച് സംഘടനയായ ഏവോ സ്പൈൻ നോളജ് ഫോറം ഡിഫോമിറ്റി ഗ്രൂപ്പിലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധിയുമായ ഡോക്ടർ കൃഷ്ണകുമാർ ആറിന്റെ ലേഖനത്തിലൂടെയുള്ള ഒരു എത്തിനോട്ടം. കേരളത്തിൽ സ്കോളിയോസിസ് ബാധിച്ചവരുടെ കൂട്ടായ്മ ലേഖകന്റെ നേതൃത്വത്തിൽ 2015 മുതൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഫലപ്രദമായ ചികിത്സയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്കോളിയോസിസിനെ അതിജീവിച്ച ഒട്ടേറെ ആൾക്കാരുടെ കൂട്ടായ്മയാണത്.